2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം എ റോയൽ ഇൻ പാരഡൈസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ക്വീൻ പെട്രീഷ്യ അലക്സാണ്ടറിനെയും ഒലിവിയയെയും തമ്മിൽ അകറ്റണം എന്ന് തന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുന്നതായിരുന്നു. സാധാരണക്കാരിയായ ഒലിവിയ പ്രിൻസ് അലക്സാണ്ടറുമായി പ്രണയത്തിലാകുന്നത് ക്വീൻ പെട്രീഷ്യയ്ക്ക് അത്രമൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അടുത്ത ദിവസം അലക്സാണ്ടർ ഒലിവിയയെ കണ്ടു. ഒലിവിയോടൊത്തുള്ള കമ്പനി താൻ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നവൻ ഒലിവിയയുടെ അടുക്കൽ പറഞ്ഞു. താൻ ആരാണ് എന്ന യഥാർത്ഥ സത്യം അലക്സാണ്ടർ വെളിപ്പെടുത്താൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സീനിയർ സെക്യൂരിറ്റി ഹെഡായ റൈറ്റ്ലി കടന്നു വന്നു. ക്വീൻ പെട്രീഷ്യയുടെ ഫോൺ കോൾ ഹോൾഡിംഗിൽ റൈറ്റ്ലിയുടെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് പ്രിൻസിന് കൈമാറി. പക്ഷേ ഫോൺ എടുക്കാൻ മടിച്ച അലക്സാണ്ടർ ഒലിവിയക്കടുത്ത് താൻ ആരെന്ന സത്യം ആ നിമിഷം തന്നെ വെളിപ്പെടുത്തി. താൻ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനാണെന്നും തന്റെ പ്രൊഫഷനെ പറ്റി താൻ കള്ളം പറഞ്ഞതാണ് എന്നുമായിരുന്നു അവൻ ഒലിവിയയെ അറിയിച്ചത്. പക്ഷേ അത് ഒലിവിയയെ സന്തോഷിപ്പിക്കുന്നതിന് പകരം അപ്സെറ്റ് ആക്കുകയായിരുന്നു ചെയ്തത്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തരത്തിൽ ഒലിവിയ അവിടെ നിന്ന് നടന്നുപോയി. റൂമിലെത്തി കേറ്റിയുമായി ദേഷ്യത്തോടെ ഒലിവിയ സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 3 ദിവസമായി അലക്സാണ്ടർ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചതിനെ പറ്റിയും തന്നോട് കളവുകൾ പറഞ്ഞതിനെ പറ്റിയും എങ്ങനെ അവനത് സാധിച്ചു എന്നുമൊക്കെയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അലക്സാണ്ടർ യാഥാർത്ഥ്യത്തിൽ ആരാണ് എന്നുള്ള കാര്യവും കേറ്റിയോട് ഒലിവിയ വെളിപ്പെടുത്തി. പക്ഷേ കേറ്റി അലക്സാണ്ടറെ സപ്പോർട്ട് ചെയ്തായിരുന്നു സംസാരിച്ചത്. ഒരുപക്ഷെ സാധാരണ ജനങ്ങളോടൊന്നിച്ച് തന്റെ ചുമതല ഭാരം ഒന്നുമില്ലാതെ ഇടപഴകാൻ അലക്സാണ്ടർ ശ്രമിച്ചതാണെങ്കിലോ എന്നൊക്കെ അവൾ വാദിച്ചു. അവരുടെ വാദങ്ങളെയും മറുവാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രിൻസ് കടന്നു വന്നു. ഒലിവിയയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അലക്സാണ്ടർ. ഇനി അങ്ങോട്ട് ഒലിവിയയിൽ നിന്നും ഒരു രഹസ്യങ്ങളും മറച്ചു വെക്കില്ല എന്ന് അലക്സാണ്ടർ ആ സമയം പറഞ്ഞു. ഇതേ സമയം തന്റെ ഹെവൻ ഐലൻഡിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ഹെഡ് തിരികെ പോവാൻ ആരംഭിക്കുകയായിരുന്നു. അദ്ദേഹം ക്യൂനിനെ ഫോൺ ചെയ്തു. രാജകുമാരൻ ആ സാധാരണക്കാരി പെൺകുട്ടിക്കൊപ്പം അത്രയധികം ഹാപ്പിയാണോ എന്നായിരുന്നു ക്യൂൻ ചോദിച്ചത്. രാജകുമാരനെ ഇതിനു മുമ്പൊന്നും ഇത്രമേൽ സന്തോഷവാനായി താൻ കണ്ടിട്ടേയില്ല എന്ന് സെക്യൂരിറ്റി ഹെഡ് മറുപടി കൊടുത്തു. പിന്നാലെ യഥാർത്ഥ പ്രണയത്തെപ്പറ്റി സെക്യൂരിറ്റി ഹെഡ് സംസാരിക്കാൻ ആരംഭിച്ചെങ്കിലും അയാൾ തന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ക്യൂവിന്റെ റിയാക്ഷൻ ഓർത്ത് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. അടുത്ത ദിവസം ഉച്ചതിരിന് അലക്സാണ്ടറും ഒലിവിയയും കൂടി ഹെവൻ മറൈൻ റിസർവിലേക്ക് നടക്കാൻ തുടങ്ങി. ഫണ്ട് റൈസറിൽ സംസാരിക്കാനുള്ള സ്പീച്ച് എഴുതാനുള്ള തന്റെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ അലക്സാണ്ടർ ആ സമയം ഒലിവിയയോട് പറഞ്ഞു. ഇരുവരും കൺസർവേറ്ററിയിലെ ഫിഷുകളെയൊക്കെ നോക്കിക്കണ്ട ശേഷം സ്നോർക്ലിങ്ങിനായി പോയി. ഒലിവിയ അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അലക്സാണ്ടറിന്റെ സ്പീച്ചിന്റെ കാര്യത്തിലും താൻ സഹായിക്കാം എന്ന് ഒലിവിയ അവന് വാക്കുകൊടുത്തു. പിന്നീട് അവർ ഒന്നിച്ചു പോയത് അവിടുത്തെ മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിനടുത്തേക്കായിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനൊപ്പം താൻ ഇവിടെ വരാറുണ്ടായിരുന്നെന്നും അതെത്രമേൽ രസകരമായ നിമിഷങ്ങളായിരുന്നു എന്നുമൊക്കെ അലക്സാണ്ടർ ഒലിവിയോട് ഓർത്തു പറഞ്ഞു. അവിടെ ഇരുന്നാണ് അച്ഛനുമായി പ്രകൃതി സംരക്ഷണത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതെന്നും അന്നു മുതൽ മറൈൻ റിസർവിനെ സംരക്ഷിക്കണമെന്നും അതിനു വേണ്ടത് ചെയ്യണമെന്നൊക്കെ തനിക്ക് അന്നേ തോന്നിയിരുന്നുവെന്നും അലക്സാണ്ടർ കൂട്ടിച്ചേർത്തു. എന്തിനാ എല്ലാത്തിനും മടി വിചാരിക്കുന്നേ? നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്താലെന്താ എന്ന് ഒലിവിയ തിരക്കി. അതിന് കാരണം അമ്മയാണെന്നും പേഴ്സണൽ ഇൻട്രസ്റ്റുകളുടെയും മറ്റും പുറകെ പോകാതെ പ്രിൻസ് എന്ന രീതിയിലുള്ള ഡ്യൂട്ടികൾ നിർവഹിക്കാനാ അമ്മ കൂടുതൽ പറയുന്നത് എന്നും അലക്സാണ്ടർ കൂട്ടിച്ചേർത്തു. തന്നോട് തന്നെ ഹോണസ്റ്റായി ഇരിക്കുവാനും എന്തൊക്കെ മുമ്പിലുണ്ടെങ്കിലും പാഷനെ ഫോളോ ചെയ്യുവാനും ഒലിവിയ അലക്സാണ്ടറെ മോട്ടിവേറ്റ് ചെയ്തു. ഇരുവരും സന്തോഷത്തോടെ സംസാരിച്ചായിരുന്നു വാട്ടർഫോളിന്റെ അവിടെ നിന്ന് മടങ്ങിയത്. പോകുന്ന വഴിയിൽ അവർ കൈലിനെയും ഗേൾഫ്രണ്ടിനെയും കണ്ടു. അവർ തമ്മിൽ എന്തോ ആർഗ്യുമെന്റ് സംഭവിക്കുകയായിരുന്നു. ഒലിവിയയും അലക്സാണ്ടറും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനടുത്തേക്കെത്തി. ആ സമയം അലക്സാണ്ടറിന് ഒരു കോൾ വന്നതിനാൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ട വന്നു. ഒലിവിയയും എക്സ് ബോയ് ഫ്രണ്ടും നിന്ന് സംസാരിക്കാനും തുടങ്ങി. തന്റെ പുതിയ റിലേഷൻഷിപ്പ് ശരിയാകുന്നില്ലെന്നും അതിലുള്ള തന്റെ കുറ്റബോധത്തെ പറ്റിയും കയ്യിൽ വിശദീകരിക്കാൻ തുടങ്ങി. പിന്നാലെ അവളെ ഹക്ക് ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ഒലിവിയ ആ നീക്കങ്ങളെ തടയുകയായിരുന്നു ചെയ്തത്. ദേഷ്യപ്പെടുകയോ ക്ഷോഭിക്കുകയോ ഒന്നും ചെയ്യാതെ അവനുടൻ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. അന്ന് വൈകിട്ടായിരുന്നു മറൈൻ റിസർവ് ഫണ്ട് റൈസർ പ്രോഗ്രാം നടക്കുന്നത്. അലക്സാണ്ടർ തന്റെ റോയൽ ഔട്ട്ഫിറ്റ് ഒക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി. അലക്സാണ്ടറിൽ എന്തൊക്കെയോ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. തന്റെ പ്രണയത്തെപ്പറ്റി അമ്മയോടും മറ്റും സംസാരിക്കണം. ആ സമയം അങ്ങോട്ടേക്ക് ഒലിവിയ കടന്നു വന്നു. അണിഞ്ഞൊരുങ്ങിയായിരുന്നു ഒലിവിയയുടെയും വരവ്. ഇരുവരും ആ ഇവന്റിലേക്ക് ഒന്നിച്ചു നടന്നു ചെന്നു. ഒലിവിയയുടെ സഹായത്തോടെ എഴുതി തയ്യാറാക്കിയ സ്പീച്ച് അലക്സാണ്ടർ വായിച്ചു. മറൈൻ റിസർവിനെ സംരക്ഷിക്കാൻ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിനെ പറ്റിയും അതിന് ഫണ്ട് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെയായിരുന്നു ആ സ്പീച്ചിൽ ഉണ്ടായിരുന്നത്. ഇവൻ ഭംഗിയായി നടന്നു. ശേഷം ഡാൻസ് പാർട്ടി ഉണ്ടായിരുന്നു. അലക്സാണ്ടറും ഒലിവിയയും ഒന്നിച്ച്
ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്യുന്ന സമയത്ത് അലക്സാണ്ടർ ഒലീവിയയുടെ പുതിയ നോവലിന്റെ ആശയത്തെപ്പറ്റി ചോദിച്ചു. ചെറിയ രീതിയിൽ അത് പറഞ്ഞു തരാമോ എന്നും തിരക്കി. അവൾ മറുപടി പറഞ്ഞു, അതൊരു സാധാരണ പെൺകുട്ടിയുടെ കഥയാണ്. ഒരു ഐലൻഡിലെത്തി തന്റെ പ്രണയം കണ്ടെത്തുന്ന പെൺകുട്ടിയുടെ കഥ. ആ ഐലൻഡ് ചുറ്റി കാണിച്ചതിനും തന്നെ റൈറ്റേഴ്സ് ബ്ലോക്ക് മറികടക്കാൻ സഹായിച്ചതിനും ഒലീവിയ അലക്സാണ്ടറിനോട് ആ സമയം നന്ദി പറയുകയും ചെയ്തു. ഇരുവരും തങ്ങളുടെ പ്രണയം തിരിച്ചറിയുകയായിരുന്നു. അവർ ചുംബിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ക്യൂൻ പെട്രീഷ്യ കടന്നു വന്നു. ഇരുവരും ഒന്ന് പകച്ചിരുന്നെങ്കിലും അലക്സാണ്ടർ വേഗത്തിൽ അമ്മയ്ക്ക് ഒലീവിയയെ പരിചയപ്പെടുത്തി. ക്യൂൻ പെട്രീഷ്യ ഒന്നും അറിയാത്ത പോലെ ഇരുവരെയും തന്റെ ഒപ്പം ഡിന്നറിന് ക്ഷണിച്ചു. ക്യൂൻ പെട്രീഷ്യ പോയിരിക്കുമ്പോൾ റെഡ്ലി പെട്രീഷ്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്നതും ആ കൈ പെട്രീഷ്യ ചേർത്തു പിടിക്കുന്നതും ഒലീവിയ ശ്രദ്ധിച്ചിരുന്നു. അവർ തമ്മിലുള്ള ഇഷ്ടം ഒലീവിയ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഒലീവിയ താൻ മനസ്സിലാക്കിയ കാര്യം അലക്സാണ്ടറിനോട് പറയുകയും ചെയ്തു. വൈകാതെ ഡിന്നർ ആരംഭിച്ചു. പെട്രീഷ്യ അലക്സാണ്ടറിനോട് സംസാരിച്ചു. തന്നോട് ആലോചിക്കാതെ വലിയ പ്രൊജക്ടുകളൊന്നും അനൗൺസ് ചെയ്തേക്കരുത് എന്ന് പ്രത്യേകം അലക്സാണ്ടറെ പെട്രീഷ്യ വാൺ ചെയ്തു. സർക്കാസ്റ്റിക്കായി ഒലീവിയെ പറ്റിയുള്ള കമന്റുകളും ഇതിനിടയിൽ പെട്രീഷ്യ പറയുന്നുണ്ടായിരുന്നു. ഒലീവിയയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലാത്ത പെട്രീഷ്യ ലിറ്ററേച്ചറിൽ ചെറിയ അറിവുള്ളവർക്ക് വേണ്ടി എഴുതപ്പെടുന്ന പുസ്തകങ്ങളായിരിക്കും അത് എന്നുള്ള തരത്തിലൊക്കെ ഒലീവിയയെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള റോയൽ കാരിക്കേച്ചറുകൾ അവളുടെ പുതിയ നോവൽ ുണ്ടോ എന്നും ക്യൂൻ അവളോട് തിരക്കി. ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ വൈകാതെ അത് മാറാൻ സാധ്യതയുണ്ട് എന്നും അവൾ കൂട്ടിച്ചേർത്തു. ആ സമയം റെഡ്ലി വന്ന് അലക്സാണ്ടറിനോട് ഫണ്ട് റൈസറുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കുവാൻ അദ്ദേഹത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒലീവിയയെ തനിച്ചവിടെ വിട്ടുപോകാൻ അലക്സാണ്ടർ മടിച്ചു നിന്നു. പക്ഷേ ക്യൂൻ പെട്രീഷ്യ കൂടി നിർബന്ധിച്ചതോടെ അലക്സാണ്ടറിന് പോവേണ്ടി വന്നു. ഒലീവിയ തനിച്ചായപ്പോൾ ക്യൂൻ തന്റെ യഥാർത്ഥ മുഖം പുറത്തു കാണിക്കാൻ തുടങ്ങി. നീ എന്റെ മകനുമായി പ്രണയത്തിലാണോ എന്ന് ക്യൂൻ ചോദിച്ചു. ഒലീവിയ മറുപടിയൊന്നും പറഞ്ഞില്ല. അതോടെ അത് യെസ് എന്നിടത്ത ക്യൂൻ അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന് അഭിപ്രായം പറഞ്ഞു. ഒരു സാധാരണക്കാരി പെൺകുട്ടിക്ക് രാജകൊട്ടാരത്തിലെ അംഗമാവൽ സാധിക്കില്ലെന്നും അത് ശരിയാവില്ല എന്നുമായിരുന്നു ക്യൂൻ പറഞ്ഞത്. റോയൽറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ അലക്സാണ്ടറെ വിട്ടുപോകുവാനും ക്യൂൻ അവളോട് ആവശ്യപ്പെട്ടു. ഒലീവിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആകെ തകർന്ന് ഹൃദയവേദനയോടെ ഒലീവിയ പാർട്ടിയിൽ നിന്നിറങ്ങിപ്പോന്നു. നിറ കണ്ണുകളോടെ അവൾ വരുന്നത് പുറത്തു വരികയായിരുന്ന കയ്യിൽ കണ്ടിരുന്നു. കയ്യിൽ ഒലീവിയോട് സംസാരിച്ചു. അവളുടെ ന്യൂ റിലേഷൻഷിപ്പിലുള്ള ആശങ്ക കയ്യിൽ അവളുമായി പങ്കുവെച്ചു. ഒരു രാജകുമാരന് അവൾ അത്ര ഓക്കെയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. തന്റെ പഴയ തെറ്റുകൾക്ക് ഒലീവിയോട് ക്ഷമ പറഞ്ഞ അവൻ ഒലീവിയുമായി വീണ്ടും പാച്ചപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കൈലിന്റെ കൂടെ വീണ്ടും കൂടുവാൻ ഒലീവിയ ഒരുക്കമായിരുന്നില്ല. അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. റൂമിൽ എത്തിയതിന് പിന്നാലെ കേറ്റിയോട് ഒലീവിയ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. അലക്സാണ്ടറും ആരെങ്കിലും തങ്ങളെ കാണുന്നതിന് മുമ്പേ അവരിരുവരും ഹെവൻ ഐലൻഡ് വിട്ടുപോകാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് കേറ്റി വിൻസ്റ്റന് കാര്യങ്ങൾ വിശദീകരിച്ചൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം പകലിൽ ഒന്നും അറിയാതെ അലക്സാണ്ടർ ഒലിവിയയുടെ റൂമിന് വെളിയിലെത്തി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു അലക്സാണ്ടറിന്റെ ബട്ട്ലർ വിൻസ്റ്റൺ അങ്ങോട്ടേക്ക് എത്തിയത്. കേറ്റി അയച്ച ടെക്സ്റ്റ് മെസ്സേജ് വിൻസ്റ്റൺ അലക്സാണ്ടറെ കാണിച്ചു. തന്റെ അമ്മ എന്തെങ്കിലും കാര്യമായി ഒലിവിയോട് പറഞ്ഞിരിക്കും എന്ന് അലക്സാണ്ടറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ നേരെ പെട്രീഷ്യയുള്ള ഇടത്തേക്ക് ചെന്നു. റെഡ്ലിക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അമ്മയായിരുന്നു അലക്സാണ്ടർ കണ്ടത്. അമ്മയെ എതിരിട്ട് അലക്സാണ്ടർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഡ്രാമയൊന്നും കളിക്കണ്ടെന്നും കൊട്ടാരത്തിന് ഒരു അഭിമാനവും പാരമ്പര്യവും ഒക്കെ ഉണ്ടെന്നും അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ രാജകുമാരന്റെയും രാജകുടുംബാംഗത്തിന്റെയും കടമയാണെന്നും വലിയ വായിൽ രാജ്ഞി പറഞ്ഞു. ഒരു സാധാരണക്കാരി രാജകൊട്ടാരത്തിന് യോജിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. അലക്സാണ്ടർ തന്റെ ഉള്ളിലെ ക്ഷോഭങ്ങൾ തുറന്നു പറഞ്ഞു. തന്റെ സന്തോഷത്തിനുമേൽ ഓരോ റോയൽ ഡ്യൂട്ടീസ് അടിച്ചേൽപ്പിക്കുന്നതിനെ പറ്റിയും തനിക്കിഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യാൻ പറ്റാത്തതിനെ പറ്റിയുമൊക്കെ അവൻ വാചാലനായി. കൂട്ടത്തിൽ അമ്മയ്ക്ക് റെഡ്ലിയെ ഇഷ്ടമാണെങ്കിലും രാജകീയമായ പദവികളും ഒക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമാവസ്ഥയിലാണെന്നതും എനിക്കറിയാമെന്നും അവൻ തുറന്നു പറഞ്ഞു. അത് കേട്ട് ക്യൂന് ആദ്യമൊന്ന് അമ്പരന്നിരുന്നു. പിന്നാലെ കാര്യങ്ങൾ പറഞ്ഞു. തന്റെ ഭർത്താവിന്റെ മരണശേഷം സെക്യൂരിറ്റി ഹെഡ് റെഡ്ലി ആയിരുന്നു തനിക്ക് ആശ്വാസമെന്നും പക്ഷേ എന്നുവെച്ച് അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്കും രാജകൊട്ടാരത്തിനെതിരായും നീങ്ങിയാൽ കൊട്ടാരത്തിലെ കോർട്ടിൽ വെച്ച് തന്നെ അത് വലിയ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ചോദ്യം ചെയ്യപ്പെടുമെന്നും അതുകൊണ്ടാണ് താനടക്കം എല്ലാ രാജകുടുംബാംഗങ്ങളും എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ഒക്കത്തിൽ നിന്നും വിട്ടുനിന്ന് ജീവിക്കുന്നതെന്നും അമ്മ ആ സമയം പറഞ്ഞു. എന്തിനിങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കണം? ഒരു തവണയെങ്കിലും സ്വന്തം ഹാപ്പിനെസിന് പ്രാധാന്യം കൊടുത്തു നോക്ക് എന്നായിരുന്നു അമ്മയോട് അവന്റെ മറുപടി. ഇതേ സമയം ഒലീവിയ ന്യൂയോർക്കിലേക്ക് തിരികെ എത്തിയിരുന്നു. തന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് അവൾ തന്റെ ജോലി തുടർന്നു. നോവലിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൂർത്തിയാക്കി.
പതിവിന് വിപരീതമായി പുതിയ പുസ്തകത്തിൽ അവളുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഒത്തുചേരുന്നുണ്ടായിരുന്നില്ല. അവർ പിരിയുകയായിരുന്നു ചെയ്തിരുന്നത്. പബ്ലിഷറുമായി വൈകാതെ അവളുടെ മീറ്റിംഗ് നടന്നു. പുതിയ നോവലിന്റെ പ്ലോട്ടിനെ പറ്റിയും മറ്റും പബ്ലിഷർ വാചാലയായി. ഐലൻഡും റോയൽസും അതിലെ രംഗങ്ങളുമൊക്കെ ഭംഗിയായിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും നോവലിന്റെ അവസാനം അവർ പിരിയുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ലെന്നും റീഡേഴ്സിന് എപ്പോഴും ഹാപ്പി എൻഡിങ് സ്റ്റോറികളാണ് ഇഷ്ടമെന്നും അവർ ഒന്നുചേർന്നാൽ നന്നായിരിക്കും എന്നുള്ള ആശങ്കയൊക്കെ പബ്ലിഷർ പങ്കുവച്ചു. പക്ഷേ ഫെയറി ടെയിൽ എൻഡിങ്സ് ഒക്കെ എപ്പോഴും നല്ലപോലെ പോസിബിൾ ആയിരിക്കില്ല എന്നായിരുന്നു അവളുടെ മറുപടി. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. ഒലിവിയ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു നോക്കി. പുറത്തു വന്നു നിന്നിരുന്നത് പ്രിൻസ് അലക്സാണ്ടർ ആയിരുന്നു. കേറ്റിയും വിൻസ്റ്റനും പ്രിൻസിന്റെ ഒപ്പം വന്നിരുന്നു. ഒലിവിയയെ നേരിൽ കണ്ട അലക്സാണ്ടർ തന്റെ പ്രണയം അവിടെ വെച്ച് അവളോട് തുറന്നു പറഞ്ഞു. അവളെ പ്രപ്പോസ് ചെയ്യുകയുമുണ്ടായി. ഒലിവിയ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് പകച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് ക്വീൻ പെട്രീഷ്യയും പെട്രീഷ്യയുടെ കാമുകൻ റിട്ലിയും കടന്നു വന്നു. ഒരാളുടെ ഹാപ്പിനെസിനേക്കാൾ വലുതല്ല മുമ്പിലുള്ള മറ്റൊരു കാര്യവുമെന്ന് തന്നെ പഠിപ്പിച്ചതിന് നന്ദിയുണ്ട് എന്ന് ക്വീൻ പെട്രീഷ്യ ഒലിവിയക്ക് നന്ദി പറഞ്ഞു. പിന്നാലെ അലക്സാണ്ടറിനെയും ഭാവി മരുമകളായ ഒലിവിയെയും ബ്ലെസ് ചെയ്ത് അവർ അവിടെ നിന്ന് പോയി. അലക്സാണ്ടറിന്റെ പ്രപ്പോസൽ സ്വീകരിച്ച് ഒലിവിയ അലക്സാണ്ടറെ ചുംബിച്ചു. വീഡിയോ കോൺഫറൻസിൽ ഉണ്ടായിരുന്ന പബ്ലിഷർ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒലിവിയുമായി സംസാരിക്കാൻ തുടങ്ങിയ പബ്ലിഷർ ഇപ്പോൾ കഥയ്ക്ക് നല്ലൊരു എൻഡിങ് ആയല്ലോ, ഇനി ഇതൊരു ഹാപ്പി എൻഡിങ് ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.